ഹായ് ടീം, ഞാൻ ഫഹദ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതൊരു വാട്ടർ ക്യാനാണ്. നമ്മൾ സാധാരണ വെള്ളം വാങ്ങുന്ന ഒരു വാട്ടർ ക്യാനാണ്. ഈ ക്യാനിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ടാപ്പ് കണക്ട് ചെയ്തേക്കാണ്. ഒരു പ്ലാസ്റ്റിക് ടാപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് വെള്ളം ആക്സസ് ആവുന്ന രീതിയിൽ ഞാൻ കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം എന്നുള്ളൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? കുറച്ച് വെള്ളം കുടിക്കാം, അതിനുശേഷം നമ്മുടെ ടിപ്സിലേക്ക് പോകാം. പലർക്കും പറ്റിയൊരു കാര്യമായിരിക്കും അല്ലേ? എനിക്കിത് പലപ്പോഴും പറ്റാറുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ എക്സസ് ആയിട്ട് നമ്മൾ പ്രഷർ കൊടുക്കും, എക്സസ് ആയിട്ട് വെള്ളം ലോസ്റ്റ് ആവാറുണ്ട്. വെള്ളം അമൂല്യമാണ്, നമ്മളപ്പോൾ ഒരുപാട് വേസ്റ്റാക്കി കളയുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ആണ് ഇന്നത്തെ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് ട്രിക്കിലേക്ക് പോകാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സിസ്റ്റത്തിൻ്റെ പേരാണ് ക്യാൻ വാട്ടർ ടാപ്പ്. പേര് കൊള്ളാവോ? ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരു 1 റിയാലിന്, നമ്മൾ മസ്കറ്റിൽ ഒമാനിൽ ഇതിന് 1 റിയാലാണ്. മറ്റു സ്ഥലങ്ങളിൽ എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു 1 റിയാലിൻ്റെ ഒരു ക്യാൻ വേണം, നമ്മൾ വാട്ടർ ക്യാൻ. അപ്പോൾ അത് യൂസ് ചെയ്തതായിരിക്കണം. അപ്പോൾ കാലിക്കുപ്പിയാണത്. ഈ ഒരു ഐറ്റം വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ്, നമുക്ക് ഒരു ടാപ്പ് വേണം. ഈ ടാപ്പ് നമുക്കിപ്പോൾ ഒരു ഡ്രാഗൺ മാർട്ടിലോ ചൈന മാർട്ടിലൊക്കെ നമുക്ക് കിട്ടും. ഈ ഒരു ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കോൾഡ് വാട്ടർ ടാപ്പാണ്. നേരെ ഈ ഒരു രീതിയിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റമാണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. ഈ ക്യാൻ്റെ ഏറ്റവും ബോട്ടത്തിലായിട്ട് നമ്മൾ ഈ ഒരു ടാപ്പ് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതിനകത്ത് ഇങ്ങനെ ഓരോ മടക്കുകളുണ്ട്. അപ്പോൾ ഈ മടക്കുകളുടെ ഇടയിലായിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇങ്ങനെ ഒരു സ്പേസ്. അപ്പോൾ ഈ ഒരു സ്പേസിലാണ് നമ്മളൊരു ഹോളിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ലീക്കില്ലാതെ നമുക്ക് ഈ ഒരു ടാപ്പ് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് അയക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ടാപ്പിൻ്റെ ഡയമീറ്റർ, ഈ ഒരു ഡയമീറ്റർ നമ്മൾ നേരെ ഇവിടെ വെച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മാർക്കർ വെച്ച് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറിൻ്റെ പാടുകൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വെള്ളമായിട്ട് മിക്സ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇത് ആദ്യം തന്നെ ഇതൊരു പേപ്പറിലോട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ പേപ്പർ വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഞാനിത് വെച്ച് നേരെ മാർക്ക് ചെയ്യാണ്. ഏകദേശം ഒരു മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്ത ഏരിയ മാത്രമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഈ മാർക്ക് ചെയ്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.